രാജശ്രീ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റംസാൻ റെസിപ്പിയായ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറുമാണ്. വളരെ രുചികരമായ ഈ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായി 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വരയാം. അതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങാനാണ്. എല്ലാ ചിക്കൻ ഇതേപോലെ വരഞ്ഞെടുക്കാം. ഒരു മുട്ടയുടെ വെള്ള മഞ്ഞ അങ്ങ് മാറ്റിക്കളയാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മസാല, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 3 സ്പൂൺ കോൺഫ്ലവർ, ഒരു പകുതി നാരങ്ങയുടെ നീര്, രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഈ പേസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ചേർത്താണ് അരച്ചെടുത്തത്. ഇനി ഞാൻ ചിക്കൻ ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 2 എണ്ണം വെച്ചിട്ട് 4 ക്യൂബ്സാണ് ചേർക്കുന്നത്. നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം. 4 എണ്ണം ആയിട്ടുണ്ട്. ചിക്കൻ ക്യൂബ്സിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് കൂടുതൽ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ക്യൂബ്സ് ചേർത്ത് ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്ത് നോക്കൂ. നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല ഇരുന്ന പാത്രത്തിൽ നിന്ന് ലേശം വെള്ളം കൂടെ കഴുകി ഒഴിച്ചതാണ്. മൂന്ന് സ്പൂൺ ചില്ലി ഫ്ലേവറാണ് ചേർക്കുന്നത്. ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. 5 ഗ്രാമ്പു, 5 ചെറിയ ഏലക്ക ഇതൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് പട്ട, ലേശം ജാതിപത്രി ഇതൊന്ന് ചതയ്ക്കാം. വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലേക്ക് ഇത് മാറ്റാം. അരപ്പിടി പുതിനയില അതും ഒന്ന് ചതയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഒരു പിടി മല്ലിയില, അതും ചതച്ച് തുണിയിലേക്ക് മാറ്റി കിഴികെട്ടി എടുക്കാം. ഈ കിഴി വെള്ളം തിളയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇടാം. അരി വടിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി. അടച്ചു വയ്ക്കാം. 1 കിലോ ബസ്മതി റൈസാണ്. അത് 15 മിനിറ്റ് കുതിർക്കാനായി വെള്ളത്തിലേക്കിടാം. ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. കഴുകിയ അരി വെള്ളത്തിലേക്കിടുകയാണ്. അടച്ചു വയ്ക്കാം. അരി തിളച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ്, പകുതി നാരങ്ങയുടെ നീര് അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. കുരു മാറ്റിയ ശേഷം അത് ഒഴിച്ചു കൊടുക്കാം. അല്പസമയം അടച്ചു വയ്ക്കാം. ചോറ് വേവായിട്ടുണ്ട്. കിഴി മാറ്റിയ ശേഷം നമുക്ക് അരി വടിച്ചെടുക്കാം. ചോറ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് വറുക്കാം. 100 ഗ്രാമാണിത്. 50 ഗ്രാം മുന്തിരി, 2 മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് വാടിയാൽ മതി.
ഇനി റൈസ് ഇടാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച ശേഷം ഒരു ദോശക്കല്ലാണിത്. അത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറ് നല്ല പൂ പോലെ സോഫ്റ്റും ആകും, ഈർപ്പവും മാറിക്കിട്ടും. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. മറിച്ചിട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് നല്ല ഫ്ലേവറാണ്, അതുപോലെ തന്നെ ടേസ്റ്റും. രണ്ട് സൈഡും ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും അതുപോലെ വറുത്തെടുക്കാം. ചിക്കനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും തയ്യാറായിട്ടുണ്ട്. അങ്ങനെ രുചികരമായ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ സലാഡും ഒരു ഡേറ്റ്സിൻ്റെയും മല്ലിയിലയും ചേർത്തുള്ള ഒരു ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഈ ചട്നിയുടെ ഈ റംസാൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.